ഹലോ ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇപ്പോൾ സെറ്റ് ജനറൽ പേപ്പർ സൈക്കോളജി പോർഷൻ എടുത്ത ഇന്റലിജൻസ് പറഞ്ഞൊരു ടോപ്പിക്കിൽ നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. ഹോവർഡ് ഗാർഡനറിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിലെ ഒരുപാട് തിയറീസ് അല്ലെങ്കിൽ ഒരുപാട് ഇന്റലിജൻസ് ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ഉള്ളത് കൊണ്ട് തന്നെ പല പല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു തിയറി നമുക്ക് എങ്ങനെ ഈസിലി ഓർത്തിരിക്കാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആരാണ് ഈ ഒരു തിയറി ആദ്യം പ്രപ്പോസ് ചെയ്തത്, അല്ലെങ്കിൽ തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഹോവർഡ് ഗാർഡനർ ആണ്. 1983 ഹോവർഡ് ഗാർഡനർ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി പ്രപ്പോസ് ചെയ്തത്. ഇന്റലിജൻസിന്റെ തിയറിയാണ് ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പറയുന്നത്. The intelligence isn't a single ability but a set of distinct intelligence. ഇപ്പോൾ നമുക്കറിയാം, ഇന്റലിജൻസ് തിയറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ഫാക്ടറാണ്, പിന്നെ 2 ഫാക്ടറാണെന്ന് പറഞ്ഞു, പിന്നെ 3 ഫാക്ടറാണെന്ന് പറഞ്ഞു. അങ്ങനെ പല പല രീതിയിൽ മാറി മറിഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറയുന്നത്. ഈ ഒരു തിയറി പ്രകാരം ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ എബിലിറ്റി അല്ല, അതൊരു സെറ്റ് ഓഫ് ഡിസ്റ്റിങ്ക്ട് ഇന്റലിജൻസ് ആണ് എന്നാണ് ഹോവർഡ് ഗാർഡനർ പറഞ്ഞത്. അപ്പൊ ഇൻ ടോട്ടൽ 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ് ഹോവർഡ് ഗാർഡനർ പ്രപ്പോസ് ചെയ്തത്. ഓരോ ഇന്റലിജൻസും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തേത് എന്താണ്? വെർബൽ ലിംഗ്വിസ്റ്റിക്. വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വാക്കുകൾ വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു കഴിവാണ്. ആ ഒരു ഇന്റലിജൻസിനാണ് നമ്മൾ വെർബൽ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത്. വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ആൾക്കാർക്ക് വളരെ നന്നായിട്ട് എഴുതാനും വായിക്കാനും ഡിബേറ്റ് ചെയ്യാനും സ്പീച്ച് ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല കഴിവുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇന്റലിജൻസ് കൂടി നിൽക്കുന്ന ആൾക്കാരിൽ ആപ്റ്റ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റേഴ്സ്, സ്പീക്കേഴ്സ്, അഡ്വക്കേറ്റ്. ഇവരിലൊക്കെ അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഈ ഒരു ഇന്റലിജൻസ് കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഒക്യുപ്പേഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. അടുത്തത് മ്യൂസിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? എബിലിറ്റി ടു കമ്പോസ് ആൻഡ് പെർഫോം മ്യൂസിക്. നമ്മുടെ പാട്ടുകൾ, അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കുക, റിതം മനസ്സിലാക്കുക, ടൂൺ മനസ്സിലാക്കുക, ഇതൊക്കെയാണ് മ്യൂസിക്കൽ ഇന്റലിജൻസിൽ വരുന്നത്. അപ്പൊ മ്യൂസിക്കൽ ഇന്റലിജൻസ് കൂടിയുള്ള ആൾക്കാർ അവരിൽ എന്തായിരിക്കും? അവർ കൂടുതൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിരിക്കും, അവർക്ക് കമ്പോസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ അവർ സിംഗേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു പാട്ടിൽ ലയിച്ചിരിക്കാനായിട്ടുള്ള കഴിവ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ അവരുടെ പ്രൊഫഷൻ എന്തായിരിക്കും? മ്യൂസീഷ്യൻസ് ആയിരിക്കും. ഈവൻ ദോസ് who do not read musical notes but can perform and compose. അവർ മ്യൂസീഷ്യൻസ് ആയിരിക്കും. അവർ പാട്ട് എഴുതണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അവർക്ക് കമ്പോസ് ചെയ്യാനും അത് കൂടാണ്ട് തന്നെ പെർഫോം ചെയ്യാനായിട്ടുള്ള കഴിവും നന്നായിട്ടുണ്ടാകും. അടുത്തത് എന്താണ്? ലോജിക്കൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? എബിലിറ്റി ടു തിങ്ക് ലോജിക്കലി ആൻഡ് ടു സോൾവ് മാത്തമാറ്റിക്കൽ പ്രോബ്ലം. ലോജിക്കലി ചിന്തിക്കാനും മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഈസിലി സോൾവ് ചെയ്യാനുമുള്ള ഒരു എബിലിറ്റിയാണ് നമ്മുടെ ലോജിക്കൽ മാത്തമാറ്റിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ മാത്സ് ഓപ്പറേഷൻസ് ഒക്കെ ഈസിലി ടാക്കിൾ ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് പറ്റും. അപ്പോൾ ഇവരുടെ ഒരു സാമ്പിൾ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്? സയന്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ്, മാത്തമാറ്റീഷ്യൻസ്. ഇവരിലൊക്കെ ആയിരിക്കും ഈ ഒരു ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് കൂടി നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അടുത്തത് എന്താണ്? വിഷ്വൽ സ്പേഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ വിഷ്വൽ ക്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് ആണ്. എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഒബ്ജക്ട്സ് ആർ ഓറിയന്റഡ് ഇൻ സ്പേസ്. നമ്മുടെ ചുറ്റുപാടും ഓരോ ഒബ്ജക്ട്സും എങ്ങനെയാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പൊ ഇവർക്ക് പറ്റിയ ഒക്യുപ്പേഷൻ എന്താണ്? പൈലറ്റ്സ്, ആസ്ട്രോനോട്സ്, ആർട്ടിസ്റ്റ്, നാവിഗേറ്റർ. ഇവരിലൊക്കെ എന്താണ്? ഈ ഒരു വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് കൂടി കാണുന്നതായിരിക്കും. അടുത്തത് എന്താണ്? ബോഡിലി കൈനസ്തെറ്റിക് അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറയും. ബോഡിലി കൈനസ്തെറ്റിക് എന്ന് പറയുമ്പോൾ സ്വന്തം ബോഡി എഫക്റ്റീവ്ലി യൂസ് ചെയ്യുക, അതായത് നമ്മുടെ ബാലൻസ് കൺട്രോൾ ചെയ്യുക, എബിലിറ്റി ടു കൺട്രോൾ വൺസ് ഓൺ ബോഡി മോഷൻസ്. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രോസ് മോട്ടോറും ആകാം, ഫൈൻ മോട്ടോറും ആകാം. അങ്ങനെ ആവുമ്പോൾ എന്താണ്? ഐ ഹാൻഡ് കോർഡിനേഷൻ ഒക്കെ ഈ ഒരു വ്യക്തികളിൽ കൂടി കാണുന്നതായിരിക്കും. ഇപ്പോൾ ഗ്രോസ് മോട്ടോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വലിയ മസിൽസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ നടക്കുക, ഓടുക, അതൊക്കെ എന്താണ്? ഗ്രോസ് മോട്ടോർ ആണ്. ഫൈൻ മോട്ടോർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഫൈൻ മസിൽസ്, ഇപ്പോൾ എഴുതുക, നമ്മൾ നമ്മുടെ എംബ്രോയിഡറി ചെയ്യുക, ഇതൊക്കെയാണ് ഫൈൻ മോട്ടോറിൽ വരുന്നത്. നമ്മുടെ സ്മൂത്ത് മസിൽസ് അല്ലെങ്കിൽ ചെറിയ മസിൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ ഫൈൻ മോട്ടോർ മൂവ്മെന്റ്സിൽ വരുന്നത്. അത് കൂടാണ്ട് തന്നെ എന്താണ്? ഇവർക്ക് ഐ ഹാൻഡ് കോർഡിനേഷൻ കൂടുതലാണ്, ബാലൻസിങ്, കൺട്രോൾ, അതൊക്കെ വളരെയധികം ബെറ്റർ ആയിട്ടായിരിക്കും ഇവരിൽ ഉണ്ടാകുക. ഇവരുടെ സാമ്പിൾ ഒക്യുപ്പേഷൻ എന്താണ്? ഡാൻസേഴ്സ്, അത്ലറ്റ്സ്, ടൈപ്പിസ്റ്റ്, പിന്നെന്താണ്? എംബ്രോയിഡറി ചെയ്യുന്ന ആൾക്കാർ, സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ. ഇവരിലൊക്കെ എന്താണ്? ഈ ഒരു ഇന്റലിജൻസ് കൂടിയായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അടുത്ത
ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? സെൻസിറ്റിവിറ്റി ടു അതേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് മോട്ടിവേഷൻ ഓഫ് അതർ. മറ്റുള്ളവരോട് കുറച്ച് സഹാനുഭൂതിയിൽ പെരുമാറാൻ, അവരുടെ ഇമോഷൻസ്, അവരുടെ ആ ഒരു ഇന്റൻഷൻസ് ഒക്കെ മനസ്സിലാക്കുക, അവരെ കുറച്ചും കൂടെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള കഴിവ്, അതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിൽ നമുക്ക് വരിക. അത് കൂടുതലും കണ്ടുവരിക ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ മാനേജേഴ്സ്, ഇവരിലൊക്കെ ആയിരിക്കും, പൊളിറ്റീഷ്യൻസ്, ഇവരിലൊക്കെ ആയിരിക്കും എന്താണ് നമുക്ക് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് കൂടുതൽ കാണാനായിട്ട് പറ്റുക. അടുത്തത് എന്താണ്? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൺസ് ഇമോഷൻ ആൻഡ് ഹൗ ദേ ഗൈഡ് ആക്ഷൻ. അപ്പൊ എന്താണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുമ്പോൾ വിത്തിൻ ആണ്. നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാകുക, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, നമ്മൾ എന്താവണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ കൺട്രോൾ ചെയ്യുക, ഈ ഒരു ഐഡിയ സ്വന്തമായിട്ട് ഒരു അവയർനെസ് ഉണ്ടാകുക. നല്ലോണം സെൽഫ് അവെയർ ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഈ ഒരു ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് കൂടി നിൽക്കുക. അപ്പോൾ പല പല കരിയർ അവർക്ക് കൂടുതലും വളരെയധികം സെൽഫ് കൺസ്യൂംഡ് ആയിട്ട് ഇരിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. ആ ഒരു അവരുടെ പേസിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിരിക്കും. കാരണം ദേ ആർ അവെയർ ഓഫ് ദംസെൽഫ്. അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ഐഡിയ അവർക്ക് തന്നെ ഉണ്ടാകും. അടുത്തത് എന്താണ്? നാച്ചുറലിസ്റ്റ് ആണ്. എബിലിറ്റി ടു റെക്കഗ്നൈസ് പാറ്റേൺസ് ഫൗണ്ട് ഇൻ നേച്ചർ. നമ്മുടെ ചുറ്റുപാടും നമ്മുടെ എൻവയോൺമെന്റിൽ കണ്ടുവരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിലുള്ള പാറ്റേൺസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവ് കൂടുതലുള്ള ആൾക്കാരിലായിരിക്കും നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് കൂടി നിൽക്കുക. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗാർഡനേഴ്സ്, ഫാമേഴ്സ്, അവർക്കൊരു തന്റെ ചുറ്റുപാടും എന്തെങ്കിലും ഒരു പ്രത്യേകതരം ചെടി വരികയാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവരിലൊക്കെ ആയിരിക്കും, അതായത് ബോട്ടണിസ്റ്റ്, ബയോളജിസ്റ്റ്, ഫാമേഴ്സ്, ഇവരിലൊക്കെ ആയിരിക്കും നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുക. അടുത്തത് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ആണ്. എക്സിസ്റ്റൻഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എബിലിറ്റി ടു സീ ദ ബിഗ് പിക്ചർ ഓഫ് ഹ്യൂമൻ വേൾഡ് ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ലൈഫ്, ഡെത്ത് ആൻഡ് അൾട്ടിമേറ്റ് റിയാലിറ്റി ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ കുറിച്ച് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുക. എന്താണ് ജീവിതം, എന്താണ് മരണം, അങ്ങനത്തെ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ലൈഫിനെ കാണുന്ന ആൾക്കാരിലാണ് ഈ ഒരു ഇന്റലിജൻസ് കൂടി നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈ ഒരു വ്യക്തികൾ എന്ന് പറയുന്നത് കൂടുതലും ഫിലോസഫിക്കൽ തിങ്കേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഗാർഡനർ പ്രപ്പോസ് ചെയ്ത 9 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ്: വെർബൽ ലിംഗ്വിസ്റ്റിക്, മ്യൂസിക്കൽ, ലോജിക്കൽ, മാത്തമാറ്റിക്കൽ, വിഷ്വൽ, സ്പേഷ്യൽ, മൂവ്മെന്റ് അല്ലെങ്കിൽ ബോഡിലി കൈനസ്തെറ്റിക്, ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, നാച്ചുറലിസ്റ്റിക്, എക്സിസ്റ്റൻഷ്യൽ. അപ്പോൾ 9 ഇന്റലിജൻസ് ആണ്. നമുക്ക് 9 രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഇന്റലിജൻസ് ഹാസ് ഡയറക്റ്റ് റിലേഷൻ വിത്ത് സസ്റ്റൈനബിലിറ്റി മാനേജ്മെന്റ്. ഏത് ഇന്റലിജൻസിനാണ് സസ്റ്റൈനബിലിറ്റി മാനേജ്മെന്റ് ആയിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉള്ളത്? ഏതാണ്? ലോജിക്കൽ, ഇന്റർപേഴ്സണൽ, ക്രിയേറ്റീവ്, നാച്ചുറലിസ്റ്റിക്. സസ്റ്റൈനബിലിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ മാനേജ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ചുറ്റുപാടും നേച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണല്ലേ. അവരിൽ എന്തായിരിക്കും? നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആയിരിക്കും. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഹാസ് ഡയറക്റ്റ് റിലേഷൻ വിത്ത് സസ്റ്റൈനബിൾ മാനേജ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Sarah loves to associate with her friends and engage in pure interactive method for learning. The intelligence predominant in her is dash intelligence. എന്താണ്? സാറ എന്ന് പറഞ്ഞ ഒരാൾക്ക് മറ്റുള്ളവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട്, അതായത് തന്റെ കൂട്ടുകാരായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പഠിക്കുമ്പോൾ മറ്റുള്ളവരായിട്ട് പിയർ ഗ്രൂപ്പ് സ്റ്റഡി നടത്താനൊക്കെയാണ് സാറയ്ക്ക് താല്പര്യം. അപ്പൊ എന്താണ്? സാറയിൽ ഏത് ഇന്റലിജൻസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുക? ലിംഗ്വിസ്റ്റിക്, ഇന്റർപേഴ്സണൽ, സ്പേഷ്യൽ, ഇൻട്രാപേഴ്സണൽ. മറ്റുള്ളവരെ ഒരുമിച്ച് കൊണ്ടുപോവുക, അതെന്താണ്? ഇന്റർപേഴ്സണൽ ആണല്ലേ. സാറയിലുള്ള ഇന്റലിജൻസ് ഏതാണ്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: The concept of being able to successfully perceive and derive insight from visual data is intelligence. അപ്പോൾ വിഷ്വൽ ഡാറ്റയിലൂടെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടുക, അത് ഏത് ഇന്റലിജൻസിലൂടെ ആണെന്നാണ് ചോദിക്കുന്നത്. ലോജിക്കൽ, ലിംഗ്വിസ്റ്റിക്, സ്പേഷ്യൽ, നാച്ചുറലിസ്റ്റിക്. എന്താണ് കൺസെപ്റ്റ് ഓഫ് ബീയിങ് ഏബിൾ ടു സക്സസ്ഫുള്ളി പെർസീവ് ആൻഡ് ഡിറൈവ് ഇൻസൈറ്റ് ഫ്രം വിഷ്വൽ ഡാറ്റ? വിഷ്വൽ ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? സ്പേഷ്യൽ ആണല്ലേ. ലോജിക്കൽ ആവില്ല, ലിംഗ്വിസ്റ്റിക് ആവില്ല, നാച്ചുറലിസ്റ്റിക് ആവില്ല. പക്ഷെ സ്പേഷ്യൽ ഇന്റലിജൻസിലൂടെയാണ് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു ഇത്രയും സമയത്തിനുള്ളിൽ നമ്മൾ ഹോവർഡ് ഗാർഡനറിന്റെ തിയറി ഈസി ആയിട്ട് പഠിച്ചു. നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പത്തിനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ചില കൺസെപ്റ്റുകൾ പാടായിട്ടുണ്ടാകും. അങ്ങനത്തെ പാടായിട്ടുള്ള കൺസെപ്റ്റ് ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് കവർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ CCയുടെ ഈ ഒരു 30 days ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
ഇനിയുള്ള പഠനം വിജയം ഉറപ്പിച്ച്. അപ്പോൾ എന്നായാലും നമുക്ക് സെറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ നമുക്ക് CC-യോടുകൂടെ തുടരാം. അപ്പോൾ ഈ ഒരു ഹോവർഡ് ഗാർഡനറിന്റെ തിയറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്